നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനുയായിയും ടെസ്ല സ്ഥാപകനുമായ ഇലോൺ മസ്കിന്റെ കാലിൽ ചുംബിക്കുന്ന വീഡിയോ വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിപ്പിക്കുന്ന വീഡിയോ വ്യാപകമായി പ്രചരിച്ചത്. ഈ വീഡിയോ അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ടെലിവിഷനുകൾ സംപ്രേഷണം ചെയ്യുന്നതും പുറത്തുവന്നിരുന്നു. ഓഫീസിലെ കസേരയിലിരിക്കുന്ന ഇലോൺ മസ്കിന്റെ പാദത്തിൽ ട്രംപ് നിരന്തരം ചുംബിക്കുന്നതായാണ് വീഡിയോ. ഒപ്പം അദ്ദേഹം ഇലോൺ മസ്കിന്റെ പാദങ്ങൾ വിനയത്തോടെ തടവുന്നുമുണ്ട്. എന്നാൽ വ്യാപകമായി പ്രചരിക്കുന്ന ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണിത്. ഇവരുടെ സൗഹൃദത്തെ പരിഹസിച്ചുകൊണ്ടാണ് വീഡിയോ വന്നിരിക്കുന്നത്. യഥാർത്ഥ രാജാവ് നീണാൾ വാഴട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ട്രംപ് സോഷ്യൽ മീഡിയയിൽ രാജാവ് നീണാൾ വാഴട്ടെ എന്ന തരത്തിലുള്ള പോസ്റ്റ് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാണ്. സംഭവത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്ന പ്രാഥമിക വിലയിരുത്തൽ. അതേസമയം സൈബർ സുരക്ഷാ ലംഘനമാണോ ഇതിനു പിന്നിൽ എന്ന ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പോഴും വീഡിയോയുടെ ഉറവിടം അജ്ഞാതമായി തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ഭവന നഗരവികസന വകുപ്പിന്റെ വക്താവ് കാസ്ലോ ലോവന്റ് ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ നൽകിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ HUD വക്താവ് കാസിൽ ലോവന്റ് ദി ഹില്ലറിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇലോൺ മസ്ക് ഇതിനകം തന്നെ ട്രംപിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ മാസം ട്രംപ് അധികാരത്തിൽ കയറിയത് മുതൽ നിരവധി നീക്കങ്ങൾ ഇലോൺ മസ്ക് നടത്തിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പുറത്താക്കിയത് ഇലോൺ മസ്കിന്റെ നിർണായക തീരുമാനമായിരുന്നു. ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയതിന് പിന്നാലെയാണ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായി മസ്ക് നിയമിതനായിരുന്നു. പിന്നാലെ മസ്ക് ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കുകയും ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഒരാഴ്ച ജോലിയിൽ എന്ത് നേട്ടം കൈവരിച്ചു എന്ന് വ്യക്തമാക്കിയതിനു ശേഷം വീക്കെൻഡ് ആഘോഷിച്ചാൽ മതി എന്ന ജീവനക്കാരോട് മസ്ക് നിർദ്ദേശിച്ചിരുന്നു. മറുപടി കിട്ടിയില്ലെങ്കിൽ രാജിവെച്ചതായി കണക്കാക്കുമെന്നായിരുന്നു ഭീഷണി. US പ്രസിഡന്റിനു മേലുള്ള മസ്കിന്റെ സ്വാധീനത്തെക്കുറിച്ചും ആശങ്കകളും ചോദ്യങ്ങളും ഉയരുന്നതിനിടെയാണ് പുതിയ വീഡിയോ എത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ഔദ്യോഗിക വിഷയങ്ങളുള്ള മസ്കിന്റെ അമിത സ്വാധീനത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ ആളുകൾ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ മസ്കിന്റെ കൂട്ടാളികളുടെ സംഘം വാഷിംഗ്ടൺ ഡിസ്നിയിലെ USAID ആസ്ഥാനത്തെ രഹസ്യവും സെൻസിറ്റീവുമായ രേഖകൾ സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടെയുള്ള ഏജൻസിയുടെ ഓഫീസുകൾക്കുള്ള പ്രവേശനം ആവശ്യപ്പെട്ടായി ആക്ഷേപമുയർന്നിരുന്നു. എന്തായാലും ഈ വീഡിയോയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.